ആ ബീഹാറിൽ ഇത്തവണ RJDക്ക് വലിയ കുഴപ്പമില്ലാതെ ഒരു സീറ്റ് പിടിക്കും. പക്ഷേ കോൺഗ്രസ് കൊടുക്കുന്ന 60 സീറ്റിൽ 15 സീറ്റിനപ്പുറം പോവില്ല, ഉറപ്പാണ്. ഓക്കെ, ആ കേടും കൂടെ തീർക്കാനാണ് അവിടെയും പ്രശ്നം നടപ്പുണ്ട്. അവിടെയും ഇപ്പോൾ ഇത് നടക്കുകയാണ്. SIR നടന്നിട്ടും അവിടെ കുഴപ്പം നടക്കുകയാണ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഈ SIRനെ എതിർക്കേണ്ടത് കാര്യമില്ലല്ലോ. ഇതിപ്പോൾ ഈ നമ്മുടെ കുറ്റം വേറൊരുത്തൻ്റെ പെടലിൽ കയറ്റുന്നെന്ന് പറഞ്ഞ പോലെയാണ്. അദ്ദേഹത്തിന് പറ്റുന്ന നിരന്തരമായ പരാജയങ്ങളാണ്. ഓരോ സംസ്ഥാനം എടുക്കുമ്പോഴും, മഹാരാഷ്ട്ര എടുക്കുമ്പോൾ അവിടെ പരാജയം, രാജസ്ഥാൻ എടുക്കുമ്പോൾ അവിടെ പരാജയം, ഹരിയാന എടുക്കുമ്പോൾ അവിടെ പരാജയം, മധ്യപ്രദേശ് എടുക്കുമ്പോൾ അവിടെ പരാജയം. ഇങ്ങനെ പരാജയങ്ങളുടെ പടുകുഴിയിലേക്ക് പോയിട്ട് അവസാനം ഇപ്പോൾ ബീഹാർ ഞങ്ങൾ പിടിക്കുമെന്നും പറഞ്ഞിട്ടാണ് ഓടിച്ചുവരി യാത്രയും 17 ദിവസം അവിടെ കിടന്ന് തലകുത്തി മറിയലും 500 കിലോമീറ്റർ അലഞ്ഞ് തിരിഞ്ഞ് നടന്നതും അത് കഴിഞ്ഞിട്ട് മുങ്ങി എവിടെയോ പോയി കുറേ നാളും ഏതോ ബീച്ചിൽ പോയി കിടന്നിട്ട് പിന്നെ തിരിച്ച് വന്നിട്ട് പിന്നെ ഓടിച്ചുവരിയും പറയുകയാണ്. ഇത് പൊളിറ്റിക്സിന് അങ്ങനെ ഒരാൾക്ക് ഇന്ന് ഇന്ത്യൻ പൊളിറ്റിക്സ് കൺട്രോൾ ചെയ്യാൻ ഒക്കില്ല. കാരണം അമേരിക്കയെയും ചൈനയെയും റഷ്യയൊക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ചില ലീഡേഴ്സാണ് നരേന്ദ്രമോദി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവരോടൊക്കെ പിടിച്ച് നിൽക്കണമെങ്കിൽ, ഇന്ത്യക്കകത്ത് നിൽക്കണമെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീം ഒന്നുകിൽ വേണം, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ലീഡേഴ്സ് വേണം. കാരണം